നമസ്കാരം. നാട്ടുമ്പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരമുണ്ടോ എന്നറിയാനുള്ളൊരു യാത്ര. എളപ്പിൽശാല മണലി ഭാഗത്താണുള്ളത്. ഇവിടെ ധാരാളം ക്ഷേമ പെൻഷൻകാരുണ്ട്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻകാരെല്ലാം കഴിഞ്ഞ കുറേ മാസങ്ങളായി പെൻഷൻ കിട്ടാതെ നരയിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് എന്തായാലും ഒരു കണക്കിന് ആശ്വാസമായി കേട്ടോ. കാരണം മാർച്ച് മാസം 1 മാസത്തെ പെൻഷൻ കിട്ടി, ഏപ്രിൽ മാസം 2 മാസത്തെ പെൻഷൻ കൊടുക്കുകയാണ്. കഴിഞ്ഞ കുറേ നാൾ നരകിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് വലിയ തോതിൽ രോഷമുണ്ടാകും. ജനവികാരം അവർ പ്രകടിപ്പിക്കാൻ തയ്യാറായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വോട്ടായി പ്രതിഫലിക്കുമോ എന്നതാണ്. കാരണം 4 മാസത്തെ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ്. വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിക്കുന്ന സുധാരൻ ചേട്ടൻ്റെ വീടാണിത്. നമസ്കാരം. നമ്മൾ വന്നത് തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, നിങ്ങളൊക്കെ പെൻഷൻ കിട്ടാതെ കുറേ നാൾ ബുദ്ധിമുട്ടിയതാണ്. പെൻഷൻ കിട്ടിയോ? പെൻഷൻ 2 മാസം പെൻഷൻ കിട്ടി. ഇനി എത്ര മാസം പെൻഷൻ ബാക്കി? 4 മാസം പെൻഷൻ. പെൻഷൻ കിട്ടാതിരുന്ന കാലത്തെ ദുരിതം ഈ പെൻഷൻകാർ വോട്ട് ചെയ്യുമ്പോൾ അവരത് രേഖപ്പെടുത്തും. എന്തുകൊണ്ട് പൈസ ഒന്നും കിട്ടാതെ ഇരിക്കുന്ന ഒരാളുകൾ ഒന്നും തരുന്നില്ല, ഒരു കാര്യം നിവർത്തില്ല. ചേട്ടൻ കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ആണ്. എനിക്കും ചാലതങ്കൂടെ കോൺഗ്രസ് ആണ്. ക്ഷേമ പെൻഷനെ കൃത്യമായി കിട്ടിയിരുന്നെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമായിരുന്നു. വോട്ട് ചെയ്യുമായിരുന്നു. ക്ഷേമ പെൻഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കില്ല? രാഷ്ട്രീയം നോക്കില്ല. നമുക്ക് പൈസ, നമുക്ക് വെള്ളം കുടിക്കാനുള്ള പൈസ എല്ലാം കറക്റ്റായിട്ട് തന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമുക്ക് അതാണല്ലേ നമുക്ക് പ്രധാനം. അപ്പോൾ സുധാരൻ ചേട്ടൻ പറഞ്ഞു കേട്ടല്ലോ, കൃത്യമായി പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിൽ തന്നെ വോട്ട് ചെയ്യുമായിരുന്നു എന്നതാണ്. വാർദ്ധക്യകാല ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മണിയൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിലെ ഈ ക്ഷേമ പെൻഷൻകാരുടെ ഒരു ചിന്ത എന്താണ്? മാസാമാസം ഇതിൽ 100 രൂപ 200 രൂപ കുറഞ്ഞാലും വേണ്ടല്ലോ, തന്നാൽ നമുക്ക് ഗുളിയെങ്കിലും വാങ്ങിക്കാം. ഇപ്പോഴും ഈ ഇലക്ഷൻ വന്നപ്പോഴാണ് 2 മാസത്തെ ഒത്ത് കിട്ടിയത്. അതിന് മുമ്പ് 1 മാസത്തെയാണ് കിട്ടിയത്. ഇലക്ഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ഈ കാശ് കിട്ടൂല. അപ്പോൾ രണ്ടുപേർക്കും സംശയമില്ല. വിഷു റംസാൻ വന്നതിനെ കൊണ്ട് 1 മാസം തരും, 2 മാസം തരില്ല, ഒരിക്കലും തരില്ല. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അത് പ്രകടിപ്പിക്കും. വോട്ടിടാൻ പോണ കാര്യം സംശയമാണ്. ഇപ്പോൾ ഒരു 3 മാസം പെൻഷൻ കിട്ടിയതുകൊണ്ട് ചിലപ്പോൾ സർക്കാരിനോടുള്ള ദേഷ്യം കുറച്ച് കുറഞ്ഞോ? അത് കുറയുന്ന ഇങ്ങനെ ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും അവരെ പഴയപടിയാവും. ഭരണവിരുദ്ധ വികാരം ക്ഷേമ പെൻഷൻകാർക്കിടയിൽ ശക്തമാണ്. നമ്മൾ നേരത്തെ കണ്ട മണിയഞ്ചേട്ടൻ്റെ അയൽവാസിയാണ് സുഗന്ധി ചേച്ചി. വാർദ്ധക്യകാല പെൻഷൻ കിട്ടാതെ നരകിച്ച ഒരാളാണ്. വാർദ്ധക്യകാല പെൻഷൻ കൃത്യമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ വോട്ടിടാൻ പോകാൻ ഒരു മടി തോന്നുമായിരുന്നു? തോന്നൂല. നമുക്ക് സഹായിക്കുന്നവരെ നമുക്കും തോന്നും. ഈ മണലിലൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് ഇവിടെ ഈ വിധവാ പെൻഷൻ വാങ്ങുന്ന ഉഷ എന്ന ചേച്ചിയെ കണ്ടത്. ചേച്ചി, തെരഞ്ഞെടുപ്പിൽ ഈ പെൻഷൻ കിട്ടാത്ത വിഷയമൊക്കെ ജനങ്ങൾ പ്രകടിപ്പിക്കൂ? ഞങ്ങൾ പോളിംഗ് ബൂത്തിലോട്ട് ചെല്ലുമ്പോൾ ആലോചിച്ച് മാത്രമേ വോട്ട് ചെയ്യൂ. മണിയഞ്ചേട്ടനൊക്കെ ക്ഷേമ പെൻഷൻ കിട്ടാത്ത വിഷയം അവരുടെ പരാതി പറഞ്ഞു. അവരുടെ പരാതി ന്യായമാണ്. അത് 7 മാസം 8 മാസമായി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് അവർക്ക് ഇതിൻ്റെ വരുമാനമേ ഉള്ളൂ, വേറെ ഒരു തൊഴിലിനും പോണ ആൾക്കാരല്ല. എതിർക്കുന്നവർ പ്രതിപക്ഷക്കാരെന്നല്ലേ പറയുന്നത്? എതിർക്കുന്നവരെന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ ആരോട് എതിർക്കുന്നത്? എൻ്റെ പാർട്ടിക്കാരോടെയാണ് എതിർക്കുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ജനവികാരം മാത്രമല്ല, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ അയൽവാസികളായ ഗുണഭോക്താക്കളല്ലാത്തവർക്ക് പോലും എതിരായ വികാരമാണുള്ളത്. അതായത് വോട്ടെടുപ്പിൽ ഇത് പ്രതിഫലിക്കും എന്ന വികാരമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.